ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എന്റെ പേര് സിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSCയുടെ ഇന്നലെ വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ പ്രധാനപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻസും ഈ ഒറ്റ വീഡിയോയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നമുക്ക് ഉറപ്പായിട്ടും ഈ നമ്മുടെ 8 മണിയുടെ സെഷനിൽ കവർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആണ് വരുന്നത്, ഡ്രൈവർ ആണ് വരുന്നത്. അപ്പോ ഇതിലെല്ലാത്തിന്റെയും ലാസ്റ്റ് ഡേറ്റ്, ഓക്കെ, എല്ലാത്തിന്റെയും ലാസ്റ്റ് ഡേറ്റ് വരുന്നത്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 14 ആട്ടോ. ഇനി അത് ഇടക്കിടക്ക് ഞാൻ എടുത്ത് പറയുന്നില്ല, January 14 ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ അതാണ് വരുന്നത്. ഇനി ഇതിന്റെ അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. ഇനി നിങ്ങൾ OBC ആണെങ്കിൽ 29 വയസ്സ് വരെയാണ്. SC/ST ആണെങ്കിൽ 31 വയസ്സ് വരെയാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 പാസ്സായിരിക്കണം എന്നാണ്. +2 നിങ്ങൾ പാസ്സായിരിക്കണം. ഇവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ നമ്മൾ ജസ്റ്റ് ഡിസൈറബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എത്രയാണ് വേണ്ടത് നോക്കാം. അതായത് ഹൈറ്റ് 165 സെന്റിമീറ്റർ ആണ്. SC/ST ആണെങ്കിൽ 160 സെന്റിമീറ്റർ വേണം. വിത്തൗട്ട് ഫുഡ് വെയർ ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് മിനിമം 50 കിലോ വേണം. SC/ST ആണെങ്കിൽ 48 കിലോ എങ്കിലും വേണം. ചെസ്റ്റ് 81 സെന്റിമീറ്റർ. SC/ST ആണെങ്കിൽ 76. എക്സ്പാൻഷൻ രണ്ടിനും 5 സെന്റിമീറ്റർ ആണ്. ഇനി ഐഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും സെയിം തന്നെയാണ് വേണ്ടത്. ഡിസ്റ്റന്റ് വിഷൻ 6/6 നിയർ വിഷൻ 0.5 ഫീൽഡ് ഓഫ് വിഷൻ ഫുള്ളും ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ വേണ്ടത് കേട്ടോ. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത പോലീസ് കോൺസ്റ്റബിൾ ആണ്. പോലീസ് കോൺസ്റ്റബിൾ ആം പോലീസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സാലറി 31,100 മുതൽ 66,800 രൂപ വരെയാണ് വരുന്നത്. കാറ്റഗറി നമ്പർ 563/2025 ആണ് വരുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, കാസർഗോഡ് ബറ്റാലിയനിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് 26 വയസ്സ് വരെയാണ്. ഇപ്പൊ യൂണിഫോം പോസ്റ്റില് സിവിൽ എക്സൈസ് ഒഴിച്ച് ബാക്കിയൊക്കെ 26 വയസ്സ് വരെയാണ് കേട്ടോ വരുന്നത്. 26 വയസ്സ് വരെയാണ്. OBC ആണെങ്കിൽ 29 വയസ്സ് വരെ. SC/ST ആണെങ്കിൽ 31 വയസ്സ് വരെ. ഇവിടെയും +2 ആണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. +2 ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ 168 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ചോദിച്ചിരിക്കുന്നത്. 168 സെന്റിമീറ്റർ ഹൈറ്റും ചെസ്റ്റ് 81 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്ററിന്റെ എക്സ്പാൻഷൻ ഉണ്ട്. SC/ST ആണെങ്കിൽ 160 ആണ് ഹൈറ്റ് വരുന്നത്. ചെസ്റ്റ് 76 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ തന്നെയാണ് എക്സ്പാൻഷൻ വരുന്നത്. ഇനി കണ്ണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും സെയിം തന്നെയാണ് വേണ്ടത്. ഡിസ്റ്റന്റ് വിഷൻ 6/6 നിയർ വിഷൻ 0.5 ആണ് വരുന്നത്. ഇനി അടുത്തത് 100 മീറ്റർ ഓട്ടം. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടി തീർക്കണം. ഇതിൽ 8 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ 5 എണ്ണത്തിൽ മാത്രം പാസ്സായാൽ മതി, നമ്മൾ കിട്ടും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഹൈ ജമ്പ് എത്ര സെന്റിമീറ്റർ ചാടണ്ടേ? 132.20 സെന്റിമീറ്റർ. ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റർ. ഷോർട്ട് പുട്ട് 609.60 സെന്റിമീറ്റർ. 7,464 ഗ്രാം ആണ് ഷോർട്ട് പുട്ടിന്റെ ഒരു വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ എന്ന് പറയുന്നത് 6,096 ആണ് വരുന്നത്. ഇനി റോപ്പ് ക്ലൈംബിംഗ് വരുന്നത് കൈ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 365.80 സെന്റിമീറ്റർ. പുള്ളപ്പ് 8 പ്രാവശ്യം ചെയ്യണം. പിന്നെ 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് 1,500 മീറ്റർ ഓടണം. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം പാസ്സായാൽ മതി കേട്ടോ. അടുത്തത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. കാറ്റഗറി നമ്പർ 571/2025 ആണ് വരുന്നത്. ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ സാലറി പറയുന്നത് 23,700 രൂപ മുതൽ 52,600 രൂപ വരെയാണ് സാലറി ഇതിൽ വരുന്നത്.
ഏജ് ലിമിറ്റ് ആസ് യൂഷ്വൽ PSCയുടെ ഏജ് ലിമിറ്റ് തന്നെയാണ് 36 വയസ്സ് വരെ. ഇനി നിങ്ങൾ OBC ആണെങ്കിൽ 39 വയസ്സ് വരെ എഴുതാം. SC/ST ആണെങ്കിൽ 41 വയസ്സ് വരെ എഴുതാൻ സാധിക്കും. 41 വയസ്സ് വരെ എഴുതാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ SSLC ആണ്. ക്വാളിഫിക്കേഷൻ SSLC ആണ് പറയുന്നത്. SSLC ആണ് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷനിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതൊക്കെ നമുക്ക് അറിയാലോ. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ കാറ്റഗറി നമ്പർ 564/2025 ആണ്. സാലറി വരുന്നത് 27,900 രൂപ മുതൽ 63,700 രൂപയാണ്. എല്ലാ ജില്ലയിലേക്കും ഒഴിവുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 പാസ്സായിരിക്കണം എന്നാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഏജ് ലിമിറ്റ് ഇതിന് കുറച്ച് കൂടുതലുണ്ട്. 31 വയസ്സ് വരെ. യൂണിഫോം പോസ്റ്റ് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റ്. 31 വയസ്സ് വരെയാണ് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ഉള്ളത്. OBC ആണെങ്കിൽ 34 വയസ്സ് വരെ എഴുതാം. SC/ST ആണെങ്കിലോ 36 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാവുന്നതാണ്. ഇനി ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ 165 സെന്റിമീറ്റർ ഹൈറ്റ് വേണം, ചെസ്റ്റ് 81 സെന്റിമീറ്റർ വേണം, എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ടവർക്കാണെങ്കിൽ ഹൈറ്റ് 160 സെന്റിമീറ്ററും ചെസ്റ്റ് 76 സെന്റിമീറ്റർ വേണം, എക്സ്പാൻഷൻ 5 തന്നെ വേണമെന്നാണ് പറയുന്നത്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റൻസ് 6/6 രണ്ട് കണ്ണിലും, നിയർ വിഷൻ രണ്ട് കണ്ണിലും 0.5 ആണ് വേണ്ടത്. അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഫാരിയർ ആണ്, മൗണ്ടഡ് പോലീസ് ആണ്. കാറ്റഗറി നമ്പർ 547/2025 ആണ് കാറ്റഗറി നമ്പർ. അതാണ് കാറ്റഗറി നമ്പർ വരുന്നത്. അപ്പൊ ഇവിടെ സാലറി വരുന്നത് 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് സാലറി വരുന്നത്. അപ്പൊ ഇതിൽ 2 വേക്കൻസിയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. എന്തായാലും അപ്ലൈ ചെയ്തോളൂ, കാരണം അതിൽ ഒരാൾ നിങ്ങളാണോ എന്ന് അറിയില്ലല്ലോ. ഈ ഏജ് ലിമിറ്റ് ആസ് യൂഷ്വൽ 26 വയസ്സാണ്. OBC ആണെങ്കിൽ 29 വയസ്സ്, SC/ST ആണെങ്കിൽ 31 വയസ്സ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ് വരുന്നത്. ഓക്കെ, +2 ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ +2 പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് കാറ്റഗറി നമ്പർ 550/2025 ആണ്. കാറ്റഗറി നമ്പർ 550/2025 ആണ് വരുന്നത്. കേരള പോലീസിലേക്കാണ് വരുന്നത്. വുമൻ പോലീസ് കോൺസ്റ്റബിൾ ആണ്. വുമൻ പോലീസ് ബറ്റാലിയനിലേക്കാണ്. 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് സാലറി വരുന്നത് കേട്ടോ. അപ്പൊ +2 യോഗ്യതയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാലറി വരുന്നത് ഈ ഒരു തസ്തികയിലേക്ക് തന്നെയാണ്. +2 യോഗ്യതയിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇനി ഇവിടെ വേക്കൻസീസ് ആന്റിസിപ്പേറ്ററി വേക്കൻസി ആണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം OBC ആണെങ്കിൽ 29, SC/ST ആണെങ്കിൽ 31. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ് വരുന്നത്. +2 ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഹൈറ്റ് 157 സെന്റിമീറ്റർ ആണ് വേണ്ടത്. 157 സെന്റിമീറ്റർ ആണ്. SC/ST ആണെങ്കിൽ 150 സെന്റിമീറ്റർ ആണ് വേണ്ടത് കേട്ടോ. ഇനി അതുപോലെ തന്നെ കണ്ണ് റൈറ്റും ലെഫ്റ്റും സെയിം ആണ്. ഡിസ്റ്റൻസ് വിഷൻ 6/6, നിയർ വിഷൻ 0.5 ആണ് വരുന്നത്. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റില് 8 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 5 എണ്ണത്തിൽ നിങ്ങൾ പാസ്സാവണം. 5 എണ്ണത്തിൽ പാസ്സായാൽ മതി. ഏതൊക്കെയാ നോക്കാം. 17 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടണം. അതുപോലെ തന്നെ 1.06 മീറ്റർ ഹൈ ജമ്പ്, 3.05 മീറ്റർ ലോങ് ജമ്പ്, 4.88 മീറ്റർ പുട്ടിംഗ് ദ ഷോട്ട്, 4 കിലോ ആണ് വരുന്നത്. ഇനി 36 സെക്കൻഡ് 200 മീറ്റർ ഓട്ടം. 36 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ കംപ്ലീറ്റ് ആക്കണം. അതുപോലെ തന്നെ എന്തായിരുന്നു 14 മീറ്റർ ത്രോയിങ് ദ ബോള്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ത്രോയിങ് ദ ബോൾ എന്ന് പറയുമ്പോൾ 14 മീറ്റർ കൊണ്ടുപോകണം. 14 മീറ്റർ വീഴണം. അതുപോലെ തന്നെ ഷട്ടിൽ റൈസ് 25 × 4 മീറ്റർ ആണ് 26 സെക്കൻഡ് കൊണ്ട്.
പിന്നെ സ്കിപ്പിംഗ് ചാട്ടം, കയർചാട്ടം 1 മിനിറ്റിൽ 80 പ്രാവശ്യം വേണം. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ പാസ്സായാൽ മതി. അപ്പൊ നിങ്ങൾ ഇതുവരെ സ്പോർട്സിനൊന്നും ചേർന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുമോ അങ്ങനെയുള്ള യാതൊരു ഡൗട്ടും വേണ്ട കേട്ടോ. ഒത്തിരി ആൾക്കാർ പിന്നെ സ്പോർട്സിന് ചേർന്നിട്ടില്ലെങ്കിലും നമ്മൾ ഈ മെയിൻസിന്റെ ഒക്കെ റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് ഫിസിക്കൽ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ആവാൻ പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണെങ്കിലും എവിടെ നിന്നെങ്കിലൊക്കെ കൂടിയിട്ട് ഒരു എനർജി വരും. നമ്മൾ അതനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കും. കൃത്യമായിട്ട് പഠിക്കുമെന്ന് മാത്രമല്ല നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റും. പ്രാക്ടീസ് ആണ്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത്, അവളെ ഇപ്പൊ പോലീസാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ അവളെ കുറിച്ച് പറയാറുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവളുടെ പേര് പറയുന്നത്. അപ്പൊ അവള് SI ആണ്. അപ്പൊ അവള് എന്ന് വെച്ചാൽ അത്രയും സ്പോർട്സിൽ അത്രയും വലിയ അത്ലറ്റൊക്കെ ഒന്നും അല്ല അവള്. അപ്പോ അവൾക്ക് സ്പോർട്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷെ ഇത് റിസൾട്ട് വന്ന് കിട്ടിയപ്പോ അവൾ അത്യാവശ്യം നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നു 1-2 മാസം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കുട്ടി. അപ്പൊ നല്ല പോലെ കഷ്ടപ്പെട്ട് അവള് സുഖമായിട്ട് ക്ലിയർ ആയി പാസ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്കും എന്തായിരുന്നു ഇതുപോലെ പാസ്സാവാനൊക്കെ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാ. നല്ല രീതിയിൽ എന്തായിരുന്നു ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയാ, നല്ലൊരു ജോലിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഇപ്പൊ +2 ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും സാലറി വേറൊരു പോസ്റ്റിനും ഇല്ല. പക്ഷെ പണിയുണ്ട്, പണിയില്ലാതെ പണിയെടുക്കാതെ പൈസ കിട്ടില്ല. പോലീസ് ഫോഴ്സ് ആണ്, പണിയുണ്ട്. പക്ഷെ ഇത്രയും സാലറി നിങ്ങൾക്ക് വേറെ ഒരു ജോലിയിലും +2 ലെവലിൽ കിട്ടില്ല. അപ്പോ +2 ലെവലിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് തന്നെയാണ് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയ്ക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പഠിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് പഠിക്കുമ്പോൾ എല്ലാ എക്സാമിനും കൂടെ അത് കവർ ആവും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് ഏത് എക്സാമിനും. ഇപ്പൊ നോക്കുവാണെങ്കിൽ എല്ലാത്തിനും സ്പെഷ്യൽ ടോപ്പിക് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. 20 മാർക്കിന് മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ. ബാക്കി 80 മാർക്കിന് നിങ്ങൾ പഠിക്കുന്നതെല്ലാം സെയിം ആണ്. അത് മനസ്സിലായി. 80 മാർക്കിന്റെ സെയിം ആണ്. 20 മാർക്കിന് വേണ്ടി മാത്രമാണ് അവിടെ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്ന് പഠിക്കാൻ നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഒരു എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ കൂടെ കുറെ എക്സാം ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് ആരുവാ, ഒത്തിരി ലിസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പേര് ഒത്തിരി ലിസ്റ്റുകളിലൊക്കെ വരുന്നത് നമുക്ക് എത്ര സന്തോഷമായിരിക്കും. നമ്മുടെ വീട്ടുകാർക്ക് എത്ര സന്തോഷമായിരിക്കും, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എത്ര ദുഃഖമായിരിക്കും. കാരണം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അത്ര സന്തോഷമൊന്നും ഉണ്ടാവില്ല. അയ്യോ വിഷമം, കുറെ പേരൊക്കെ വിഷമിക്കും. അയ്യോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, ഇതൊക്കെ കാണുന്ന അവസ്ഥ വന്നല്ലോ. പക്ഷെ അവർ നമ്മുടെ മുമ്പിലൊന്നും കാണിക്കില്ല കേട്ടോ. മുമ്പിൽ എനിക്കറിയായിരുന്നു, നിനക്ക് അപ്പൊ തന്നെ കിട്ടും, നിന്റെ ഒരു കഠിനാധ്വാനം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കുട്ടി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ നാട്ടുകാരും ഒക്കെ നമ്മുടെ അടുത്ത് പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ എത്ര എഫേർട്ട് കുറെ എഫേർട്ട് എഫേർട്ട് ഇടുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് കിട്ടും. വേസ്റ്റ് ആയിട്ടൊന്നും പോകത്തില്ല. പിന്നെ പഠിക്കുമ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നല്ല, നിങ്ങൾക്ക് ആദ്യം 100 റാങ്കിന് അകത്ത് വരാൻ വേണ്ടിയിട്ട് പഠിക്കുക. നല്ല റാങ്ക് കിട്ടാൻ വേണ്ടി പഠിക്കുക. കാരണം ഒരു റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല. റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും അവസാനം വന്നിട്ട് എന്താ കാര്യം? റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, പക്ഷെ എന്താ കയറിയില്ല എന്ന് പറയേണ്ടി വരും. അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കും റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആവും. അങ്ങനെയല്ല. റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആവും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രം പോരാ, പിന്നെ എന്ത് വേണം? നല്ല രീതിയിൽ റാങ്ക് വേണം. അല്ലെങ്കിൽ നമ്മളൊക്കെ കടന്നങ്ങോട്ട് വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും ജോലി ഇല്ലാത്തൊരു അവസ്ഥയാണോ, എനിക്ക് ഇത്രയും ഭാഗ്യമില്ല, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചില്ല എന്ന് നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്തായാലും പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോ ഇത്ര പഠിക്കുന്നത് കുറച്ചും കൂടി കൂടുതൽ, ഒരു അരമണിക്കൂറും കൂടി നിങ്ങളുടെ എഫേർട്ട് എടുത്ത് ഒരു അരമണിക്കൂറും കൂടി കൂടുതൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അരമണിക്കൂർ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും അരമണിക്കൂർ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ആകുമ്പോഴേക്കും ഒരുപാട് മണിക്കൂറുകളാവും. ഒരുപാട് കോണ്ടന്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതും കൂടി ഓർക്കുക. പിന്നെ ഇപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മുടെ എയ്ഡഡ് കോഴ്സിനെ കുറിച്ചാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ അനലിറ്റിക്സിന്റെ കോഴ്സ് വരുന്നുണ്ട്. നമുക്കിതിൽ ലൈവ് ക്ലാസ്സുകൾ വരുന്നത്, ഫുൾ ലൈവ് ക്ലാസ്സുകളാണ് വരുന്നത് കേട്ടോ. അപ്പൊ ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ റെക്കോർഡ് സെഷൻ കിട്ടും. ഡുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്, നാസ്കോം സർട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 2 സർട്ടിഫിക്കറ്റ് ആണ്. നാസ്കോം സർട്ടിഫിക്കേഷൻ, നമ്മുടെ കരിയർ 24/7 സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു, ഇതൊരു ഡുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെന്റർഷിപ്പ്, അങ്ങനെയൊക്കെ ഇവിടെ നമുക്കുണ്ട്. 2 കോഴ്സിനും ഉണ്ട്.
100% കരിയർ അസിസ്റ്റൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ജോലിയും കൂടി വാങ്ങിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇത് കോഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ജോലി കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. പിന്നെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും എല്ലാം നമ്മൾ എന്തായിരുന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്കും കൂടിയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ അവർ വിളിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. ബൈ.